നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേളി വിദ്യാഭ്യാസ പുരസ്കാരം പ്രതീക്ഷ സംസ്ഥാനതല വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓണാഘോഷം KM ട്രെൻഡിങ്ങിനൊപ്പം പാട്ടും പായസവും സീസൺ 2. മണി എക്സ്ചേഞ്ചിനേക്കാൾ വിനിമയ നിരക്ക് വാഗ്ദാനം ചെയ്ത് പണം കൈക്കലാക്കി. സ്വദേശി പൗരൻ അറസ്റ്റിൽ. കെഫ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ 15 മുതൽ ലോഗോ പുറത്തിറക്കി. UAE പൊതുമാപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പിഴയിലും ഇളവ്. നിലവാരമില്ലായ്മ ദുബായിൽ 3 സ്കൂളുകൾക്ക് പൂട്ട്. 3 വർഷങ്ങൾക്കു ശേഷം സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെ മരണം. കേളി വിദ്യാഭ്യാസ പുരസ്കാരം പ്രതീക്ഷ സംസ്ഥാനതല വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേളി കലാ സാംസ്കാരിക വേദിയുടെ 2023-24 വിദ്യാഭ്യാസ പ്രോത്സാഹന പുരസ്കാര വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കേളി അംഗങ്ങളുടെയും കുടുംബവേദി അംഗങ്ങളുടെയും 10ാം തരത്തിലും +2ലും പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ തുടർ പഠനത്തിന് അർഹത നേടിയവർക്കാണ് ക്യാഷ് അവാർഡും മൊമെന്റോയും അടങ്ങുന്ന കേളിയുടെ പ്രതീക്ഷാ പുരസ്കാരം നൽകുന്നത്. സഹ്യ ന്യൂസ്, റിയാദ്. ഓണാഘോഷം KM ട്രെൻഡിങ്ങിനൊപ്പം പാട്ടും പായസവും സീസൺ 2. ഒമാനിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പായ KM ട്രേഡിംഗിന് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഈ ഓണാഘോഷം KM ട്രേഡിംഗിനൊപ്പം എന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. മധുരമായി പാടാം മാധുര്യം വിളമ്പാം സീസൺ 2 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനിൽ വിവിധ മത്സരങ്ങൾ ഉൾപ്പെടെ ആകർഷകങ്ങളായ പ്രമോഷനുകളും ഓഫറുകളുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കത്ത്. മണി എക്സ്ചേഞ്ചിനേക്കാൾ വിനിമയ നിരക്ക് വാഗ്ദാനം ചെയ്ത് പണം കൈക്കലാക്കി. സ്വദേശി പൗരൻ അറസ്റ്റിൽ. മണി എക്സ്ചേഞ്ച് നൽകുന്നതിനേക്കാൾ തുക നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ച 2 സംഭവങ്ങളിൽ ഉൾപ്പെട്ട സ്വദേശി പൗരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രവാസികളായവരോട് നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ മണി എക്സ്ചേഞ്ചിന് നൽകുന്ന വിനിമയ നിരക്കിനേക്കാൾ കൂടുതൽ തുക നൽകാമെന്ന് പറഞ്ഞ ശേഷം പണം വാങ്ങുകയും അവരുടെ പക്കലുണ്ടായിരുന്ന പണം കൊള്ളയടിച്ച ശേഷം സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത 39-കാരനായ സ്വദേശി പൗരനെയാണ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മനാമ. കെഫ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ 15 മുതൽ ലോഗോ പുറത്തിറക്കി. കേരള എക്സ്പേട്രിയേറ്റ് ഫുട്ബോൾ അസോസിയേഷന്റെ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ 15 മുതൽ നടക്കും. സമയക്രമം തീരുമാനിക്കാനുള്ള യോഗത്തിൽ പ്രസിഡന്റ് ജാഫർ ഒറവങ്കര അധ്യക്ഷനായി. ടൂർണമെന്റ് ലോഗോ ആജൽ ബിസിനസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സിറാജ് പ്രകാശനം ചെയ്തു. ജനറൽ സെക്രട്ടറി സന്തോഷ് കരിവെള്ളൂർ, അബ്രിക്കോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഷാജി, ലത്തീഫ് ആലൂർ, വൈ പെർഫ്യൂം മാനേജിംഗ് ഡയറക്ടർ യൂസഫ് മടപ്പൻ, നൌഷാദ് ഷെഫീഖ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. UAE പൊതുമാപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പിഴയിലും ഇളവ്. പൊതുമാപ്പ് അപേക്ഷകർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഇനത്തിലുള്ള പിഴയിലും ഇളവ് നൽകും. പൊതുമാപ്പ് അപേക്ഷ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ്, പോർട്ട് സെക്യൂരിറ്റി അംഗീകരിച്ച ശേഷമാണ് ഇൻഷുറൻസ് പിഴയും ഒഴിവാക്കുകയെന്ന് അബുദാബി ആരോഗ്യ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. നിലവാരമില്ലായ്മ ദുബായിൽ 3 സ്കൂളുകൾക്ക് പൂട്ട്. ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 3 സ്കൂളുകൾ 2023-24 അധ്യയന വർഷത്തിൽ അടച്ചുപൂട്ടിയതായി ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി. സ്കൂളുകളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. ദുബായിൽ 223 സ്വകാര്യ സ്കൂളിലായി 3.65 ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇതിനു പുറമെ 285 നഴ്സറികളുമുണ്ട്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. 3 വർഷങ്ങൾക്കു ശേഷം സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെ മരണം. 3 വർഷങ്ങൾക്കു ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ ദിവസങ്ങൾ ബാക്കിയിരിക്കെ പ്രവാസി യുവാവ് ജോലിസ്ഥലത്ത് അപകടത്തിൽ മരിച്ചു. കിഴക്കൻ പ്രവിശ്യയിൽ അൽ കോബാർ അസീസിയിൽ സ്വകാര്യ കമ്പനിയിൽ ജോലിക്കാരനായ പഞ്ചാബി സ്വദേശി മുകേഷ് കുമാർ ആണ് മരിച്ചത്. കമ്പനിയിലേക്ക് ട്രെയിലറിൽ എത്തിച്ച ലോറി ഇറക്കുന്നതിനിടെ ശരീരത്തിലേക്ക് പതിച്ചാണ് ദാരുണാന്ത്യം. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അൽ കോബാർ. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.